അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മീലാദ് ഫെസ്റ്റ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ ഉള്ളത്. ആദ്യം തന്നെ നമ്മുടെ മീലാദ് ഫെസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആൻഡ്രോയിഡിനും അതുപോലെ തന്നെ ഐഫോണിലും രണ്ടും രണ്ട് രീതികളിലാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അയച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് മീലാദ് ആപ്ലിക്കേഷൻ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, അതിനുശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു പേജ് കാണാം തുറന്നു വരുന്നത്. ഇവിടെ നമുക്ക് ഭാഷകൾ, നമുക്ക് ഏത് ഭാഷയാണോ മാറ്റേണ്ടത് ആ ഭാഷയിലേക്ക് മാറ്റാവുന്നതാണ്. ഏറ്റവും ആദ്യം കാണുന്നത് മദ്രസയുടെ രജിസ്റ്റർ നമ്പർ നൽകാനാണ്. നമ്മുടെ മദ്രസക്ക് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. ആ രജിസ്റ്റർ നമ്പർ കൃത്യമായി അവിടെ നൽകുക. ഒരു ഡെമോക്ക് വേണ്ടി മാത്രമാണ് ഒരു രജിസ്റ്റർ നമ്പറും പാസ്വേഡും ഇവിടെ നൽകുന്നത്. ശേഷം പാസ്വേഡ് നൽകുക. അപ്പോൾ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജ് നമ്മുടെ മദ്രസയുടെ പേര് ഈ പച്ച ബോക്സിൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ശേഷം നമ്മുടെ മദ്രസയുടെ രജിസ്റ്റർ നമ്പർ, സ്ഥലം, അതിനുശേഷം വ്യൂ മോഡ് എന്നതാണ് കാണുക. ഇവിടെ നമുക്ക് ഭാഷകൾ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓപ്ഷൻ ഉണ്ട്. ഇനി ലോഗൗട്ട്, പഴയ ഭാഗത്തേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ലോഗൗട്ട് ഓപ്ഷനും കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്നത് സ്കോർ ബോർഡാണ്. ഇവിടെ നമ്മുടെ രണ്ട് ടീമുകളോ നമ്മുടെ മദ്രസയിലുള്ള രണ്ടോ മൂന്നോ ആയ ടീമുകളുടെ പേരുകളും ആ പേരുകളുടെ ലിസ്റ്റുകളും ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ എന്നാണ് കാണിക്കുക. ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് മോഡ് എന്നൊരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി നല്ല മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്ത രീതിയിലാണ് കാണാൻ പറ്റുക. അവിടെ തന്നെ കാറ്റഗറിയിൽ ഓരോ കാറ്റഗറിയിലും ഏതാണ് കിഡ്ഡി, സബ് ജൂനിയർ ഏതാണെന്ന് ഓട്ടോമാറ്റിക്കലി കാണാൻ കഴിയും. നമുക്കിവിടെ എക്സിറ്റ് നമുക്ക് പോവാം. ഇതാണ് ഫസ്റ്റത്തെ പേജ്. അതിനുശേഷം താഴേക്ക് പോവാം. താഴെ നമുക്ക് റിസൾട്ട് എന്നൊരു ഭാഗം കാണാം. റിസൾട്ട് എന്ന ഭാഗത്ത് പ്രോഗ്രാം വിന്നേഴ്സ്, ഓരോ പ്രോഗ്രാമും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്താൽ ഏത് കാറ്റഗറികൾ, ഫസ്റ്റ് നമുക്ക് കാറ്റഗറികൾ തിരഞ്ഞെടുക്കാം. ഏതെങ്കിലും ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആ കാറ്റഗറിയിലുള്ള പ്രോഗ്രാമുകളുടെ ലിസ്റ്റുകളാണ് ഇവിടെ വരിക. അതിലൊരു പ്രോഗ്രാം തിരഞ്ഞെടുക്കുക. അതിൽ ഓൾ ബോയ്സ് ഗേൾസ് എന്നൊക്കെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് നോക്കിയാൽ ആരാണ് വിന്നർ എന്ന് നമുക്ക് കാണാൻ കഴിയും. തൊട്ടിപ്പുറമുള്ള ഓപ്ഷൻ എന്നുള്ളത് സ്റ്റുഡൻറ് റിപ്പോർട്ടും സർട്ടിഫിക്കറ്റുമാണ്. അതായത് നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ ആരുടേതായാലും രജിസ്റ്റർ നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുത്താൽ കണ്ടോ, 201 അടിച്ചപ്പോൾ കുട്ടിയുടെ പേര് വന്നു, കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ വന്നു, ടീം ഏതാന്ന് വന്നു, കാറ്റഗറി ഏതിൽ വന്നു, ബോയ് ആണോ ഗേൾ ആണോ വന്നു, ടോട്ടൽ ലഭിച്ച മാർക്കുകൾ ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുട്ടി പങ്കെടുത്ത മത്സരങ്ങൾക്ക് സർട്ടിഫിക്കറ്റും ഇവിടെ നമുക്ക് ലഭിക്കും. ഇവിടെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റും ലഭിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനായ റിസൾട്ട് ഹിസ്റ്ററി കാണാം. ഓരോ സമയത്തും അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ ഇവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ചാമ്പ്യൻ, ഓരോ കാറ്റഗറിയിലും ആരാണ് ചാമ്പ്യൻ, സബ് ജൂനിയറിൽ ബോയ്സ് ഗേൾസ് ആരാണ് ചാമ്പ്യൻ എന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ കാണാൻ കഴിയും. വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരങ്ങളുടെ പോയിന്റ് നില അനുസരിച്ചിട്ടായിരിക്കും ചാമ്പ്യന്മാരെ തിരഞ്ഞെടുക്കുക. ഈ ഗ്രൂപ്പ് പ്രോഗ്രാമുകളുടെ മാർക്കുകൾ ഒരിക്കലും ചാമ്പ്യൻ എന്നതിൽ വരില്ല. വ്യക്തിഗത പ്രോഗ്രാമുകളുടെ മാർക്കുകൾ മാത്രമേ ചാമ്പ്യനിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. മൂന്നാമത്തെ സെക്ഷനായിട്ട് നമുക്ക് ടൈം ടേബിൾ കാണാം. അതായത് ഓരോ പ്രോഗ്രാമുകളുടെ ടൈം ടേബിളാണ്. ഓരോ മത്സരവും ഏതൊക്കെ സമയത്താണ് നടക്കുന്നത്. ഇവിടെ നമുക്ക് ഓൾ കാറ്റഗറി, കിഡ്ഡീസ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. സൂപ്പർ സീനിയർ, ജനറൽ എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ വ്യൂ കൃത്യമായിട്ട് ഇവിടെ തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും ലിസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമുക്ക് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ഉടനെ നമ്മൾ ചെയ്യേണ്ടത് പ്രൊഫൈൽ എന്ന ഈ നാലാമത്തെ ഭാഗം, ഏറ്റവും താഴെയുള്ള നാലാമത്തെ സെക്ഷനിൽ രജിസ്റ്റർ നമ്പർ നൽകാനുണ്ടാവും. അവിടെ നമ്മുടെ മക്കളുടെ രജിസ്റ്റർ നമ്പർ ആദ്യം നമ്മൾ നൽകണം. ഉദാഹരണം ഞാൻ 201 എന്ന് കൊടുത്ത് കൺഫേം ചെയ്തു. അപ്പോൾ മുകളിൽ വിദ്യാർത്ഥിയുടെ പേര്, രജിസ്റ്റർ നമ്പർ, ടീമിൻ്റെ പേര്, വിഭാഗം, കാറ്റഗറി, അതുപോലെ തന്നെ ബോയ് ആണോ ഗേൾ ആണോ എന്ന് വരും. അതൊക്കെ ഓക്കെ ആണ്, നമ്മുടെ മക്കൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് സെലക്ട് ഫോട്ടോ എടുത്തിട്ട് അവിടെ ഗാലറിയിൽ പോയിട്ട് ഫോട്ടോ കൃത്യമായിട്ട് തിരഞ്ഞെടുത്തിട്ട് അവിടെ നമ്മൾ എന്താക്കണം, ഫോട്ടോ നൽകുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന് ഇതുപോലെ വരുമ്പോൾ കൃത്യമായിട്ട് ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് ആ ഫോട്ടോ കൃത്യമായിട്ട് ക്രോപ്പ് ചെയ്തിട്ട് ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ അപ്ലോഡ്, നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ടാവും.
അപ്പോൾ അങ്ങനെ അപ്ലോഡ് നമ്മൾ ചെയ്താൽ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ എന്ന് കാണും. അതായത് നമ്മുടെ സദർ ഉസ്താദ് അത് നോക്കി പരിശോധിച്ച് അപ്രൂവ് ചെയ്താൽ മാത്രമേ ID കാർഡായിട്ട് നമുക്കിവിടെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സദർ ഉസ്താദ് അത് അവരുടെ പേജിലൂടെ അപ്രൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു ID കാർഡായിട്ട് ഇവിടെ ലഭിക്കും. ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തായിട്ട് ഉള്ളത്. പിന്നെ മാസ്റ്റർ സെറ്റിങ്സ് ആണ്. അതിവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ രക്ഷിതാക്കളായിട്ട് നമ്മൾ വ്യൂ മോഡിലൂടെ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഓരോ കുട്ടിയുടെയും നമ്മൾ ഒരു കുട്ടിയുടെ ചെയ്ത് അപ്പുറം ബാക്ക് അടിക്കുക, എന്നിട്ട് അടുത്ത കുട്ടിയുടെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആദ്യം ചെയ്ത കുട്ടിയുടെ തന്നെ നമ്മൾ ഒന്നുകൂടെ അടിച്ചു നോക്കിയാൽ ഇവിടെ കൺഫേം ചെയ്ത ശേഷം ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ ആയിട്ട് വരും. ഓക്കെ, അത് ഫോട്ടോ ഇവിടെ കാണും. ID കാർഡായി വരുന്നത് നമ്മൾ അപ്രൂവ് ചെയ്താൽ പിന്നെ അത് ID കാർഡായിട്ട് വരും. ഇൻഷാല്ലാ അതുവരെ അങ്ങനെ ഒരു പെൻഡിങ് ആയിട്ട് അവിടെ നിൽക്കും. ഇൻഷാല്ലാ ഓരോ കുട്ടിയുടെയും അങ്ങനെ ഒരു കുട്ടിയുടെ ഒന്നിൽ കൂടുതൽ മക്കളുണ്ടാകുമ്പോൾ അടുത്ത നമ്പർ അടിച്ചു കൊടുത്താൽ മതിയാവും. 202 അടിച്ചാൽ കണ്ട ഫോട്ടോ അടിക്കാൻ വീണ്ടും വന്നു. 201 അടിച്ചെങ്കിൽ നമ്മൾ നേരത്തെ ഫോട്ടോ കൊടുത്തത് കൊണ്ട് അവിടെ പെൻഡിങ് ആയിട്ട് അപ്രൂവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന ഒരു മെസ്സേജ് വരും. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ.